യുദ്ധം അവസാനിക്കാൻ പോണു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വലിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടായി. എല്ലാ ഭാഗത്തും വലിയ ആഹ്ലാദമുണ്ടായി. എന്നാൽ യുദ്ധം അവസാനിക്കുകയല്ല. UAE അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് നേരിട്ടിറങ്ങുന്ന ചില കാഴ്ചകളാണ് കാണുന്നത്. ഇറാൻ്റെ ലെവൻ ഐലൻഡ് ദ്വീപ് ഇന്നലെ UAE ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം പുറത്തു വരികയുണ്ടായി. അതേപോലെ തന്നെ ലെബനനിൽ ഇസ്രയേൽ വ്യാപകമായ വളരെ ശക്തമായ ആക്രമണം നടത്തി പല സ്ഥലങ്ങളും നശിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരികയുണ്ടായി. എന്താണ് യുദ്ധത്തിൻ്റെ ഗതി, എങ്ങോട്ടാണ് മാറുന്നത്? അമേരിക്ക പിന്മാറിയപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണോ? ഈ കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവവികാസമാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മിറാഷ് വിമാനങ്ങൾ ഇറാന്റെ കൈവശമുള്ള ലെവൻ ദ്വീപിലെ ഓയിൽ റിഫൈനറിക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ളത്. ഇത് അബുദാബി ഇങ്ങനെ ഒരു അവകാശവാദം ഒന്നും ഉന്നയിച്ചില്ല. പക്ഷേ പിന്നീട് ഇതിനു ശേഷം ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഇർന അവരുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നു. അത് പ്രകാരം അവർ ആ വാർത്താക്കുറിപ്പിൽ എഴുതിയിരുന്നത് UAEയുടെയും കുവൈത്തിൻ്റെയും എണ്ണ സംസ്കരണശാലകളിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തി എന്നാണ്. UAEയെ കഠിനമായി വിമർശിച്ചുകൊണ്ട് ഇറക്കിയെടുത്ത് പ്രത്യാക്രമണം നടത്തി ഈ ലെവൻ ദ്വീപിലെ പ്രത്യാക്രമണം നടത്തി എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ ആക്രമണം UAEയുടെ ആക്രമണത്തിന് ബദലായിട്ട് ഇറാൻ നടത്തിയ ആക്രമണമാണ് എന്ന് ഇർനയുടെ വാർത്തയിൽ നിന്നും വ്യക്തമാകും. ഇനി മറ്റൊരു വിഷയം, പൊതുവിടത്തിൽ ഈ വിമാനങ്ങൾ ആക്രമണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ഫോട്ടോയും അതുപോലെ വീഡിയോ ഫുട്ടേജും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് മിറാഷ് 2009 എന്ന വിമാനമാണ് ഈ ആക്രമണം നടത്തിയത്. ഈ പ്രദേശത്ത് ഈ രാജ്യങ്ങൾക്കിടയിൽ വെച്ച് നോക്കുമ്പോൾ ഈ മിറാഷ് 2009 വിമാനങ്ങൾ കൈവശമുള്ള ഒരേ ഒരു രാജ്യം UAE ആണ്. അവര് 1997 ഈ മിറാഷ് 2009 വിമാനങ്ങൾ UAE ഫ്രാൻസിൽ നിന്നും കരസ്ഥമാക്കുന്നത്. അത് മിറാഷ് വിമാനങ്ങൾ 32 എണ്ണം വാങ്ങിച്ചിരുന്നു. അതുകൂടാതെ 30 പഴയ മിറാഷ് വിമാനങ്ങൾ, ഈ മിറാഷ് 2009 എന്നുള്ളത് ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ്. സാധാരണ മിറാഷ് 2000 UAEയുടെ കൈവശം മുൻപ് തന്നെ ഉണ്ടായിരുന്നു. ആ മിറാഷ് 2000 അപ്ഗ്രേഡും ചെയ്തു, പുതിയ വിമാനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. ഈ പുതിയ വിമാനങ്ങളിൽ ആക്രമണം നടത്താനുള്ള പ്രിസിഷൻ ഗൈഡഡ് മ്യൂണീഷൻ ഉള്ള വിമാനങ്ങളായിരുന്നു. അതായത് കൃത്യസ്ഥലത്ത് തന്നെ ഈ ഒരു ബോംബ് വിക്ഷേപിച്ചാൽ ആ ബോംബ് ഒരു ചെറിയ ക്രൂയിസ് മിസൈൽ പോലെ പറന്നിറങ്ങുന്ന ബോംബുകൾ, അതുപോലെ ക്രൂയിസ് മിസൈലുകൾ തന്നെ, പിന്നെ അതുപോലെ ഈ ഭൂമിയിലൂടെ ചലിക്കുന്ന വസ്തുക്കളെ ടാർഗറ്റ് ചെയ്യാനുള്ള സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള, അതുപോലെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഉണ്ട്. പഴയകാലത്തെ വിമാനങ്ങളിൽ ഉള്ളതുപോലുള്ള ഈ IMEWS എന്ന് പറയുന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഈ കഴിഞ്ഞ കാലം വരെ ആദ്യമൊക്കെ ഇറക്കിയ റഫാൽ വിമാനങ്ങൾ പോലും അതാണ് ഉപയോഗിച്ചത്. ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആക്രമണം നടത്തിയ വിമാനങ്ങൾ UAEയുടെ തന്നെ ആണ് എന്നുള്ളതിന്റെ തെളിവുകൾ പൊതുവിടത്തിൽ ലഭ്യമാണ്. UAE അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അവര് ഈ വാർത്തകളെ തിരസ്കരിച്ചിട്ടുമില്ല, ഡിനൈ ചെയ്തിട്ടുമില്ല. ഇത് കാണിക്കുന്നത് യുദ്ധത്തിന്റെ ഒരു പുതിയ വഴിത്തിരിവിലേക്കാണ്. കാരണം ഇന്നലെ വരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലാണ്. ഇപ്പോൾ അങ്ങനെയല്ല. അവർക്ക് ധാർമ്മികമോ അല്ലെങ്കിൽ തങ്ങളുടെ ഭൂപ്രദേശം ആക്രമണത്തിന് ഉപയോഗിക്കാനുള്ള അനുവാദവുമാണ് ഗൾഫ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ സൂചനയാണ്. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസിന്റെ നിയന്ത്രണം ഇറാൻ പൂർണ്ണമായും കൈവശപ്പെടുത്തുക എന്നത് അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാത്തതാണ്. കാരണം അതോടുകൂടി പരോക്ഷമായിട്ട് ഗൾഫിന്റെ എണ്ണ വ്യാപാരത്തെ നിയന്ത്രിക്കാൻ ഇറാന് കഴിയും എന്നുള്ള സൂചനയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാന്റെ അനുവാദം വേണം പിന്നീട് ഗൾഫിലെ ഓരോ തുള്ളി എണ്ണയും പുറത്തു പോകണമെങ്കിൽ. ഈ പോകുന്ന എണ്ണയ്ക്കൊക്കെ ചുങ്കം ഇറാൻ പിരിക്കുകയും ചെയ്യും. അത് ഒരു കാരണവശാലും ഗൾഫിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഖത്തറും അതുപോലെ തന്നെ ഒമാനും പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. ഈ പ്രസ്താവനകളിൽ അവർ പറയുന്നത് സൂയസ് കനാൽ പോലെ മനുഷ്യനിർമ്മിതമല്ല ഹോർമുസ് കടലിടുക്ക്.
അത് പ്രകൃതി തന്നെ നിർമ്മിച്ചാണ്. അതിന്റെ മുകളിൽ ആർക്കും അവകാശവാദമില്ല. സൂയസ് കനാലിൽ ഫീസ് പിരിക്കാൻ ഈജിപ്തിന് അനുവാദം വന്നത് ശരിക്കും അത് മനുഷ്യൻ നിർമ്മിച്ചതാണ്. അത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പിന്നെ മനുഷ്യ ഇടപെടലിലൂടെ ആഴം വർദ്ധിപ്പിച്ച് അങ്ങനെ പിന്നെ കപ്പലുകൾക്ക് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇത് പ്രകൃതിയുടെയാണ്. ഇത് ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് അതുവഴി നിർബാധം പിന്നെ കപ്പലുകൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. അത് ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു രാജ്യം കൈവശപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ലെവൻ ദ്വീപിന്റെ നേരെ നടന്ന ആക്രമണത്തിന് അതിന് ആ ഒരു തലം കൂടിയുണ്ട്. കാരണം ഹോർമൂസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ലെവൻ ദ്വീപ്. ആ ലെവൻ ദ്വീപ്, ലെവൻ അതുപോലെ ഖാർഗ് തുടങ്ങിയവ തന്ത്രപ്രധാനമാണ്. ഇവിടെയാണ് ഇറാൻ അവരുടെ എണ്ണ സൂക്ഷിച്ചു വെക്കുന്നത്, അവരുടെ റിഫൈനറി ഉള്ളതും. അതുപോലെ തന്നെ ഇവിടെ ഈ ദ്വീപുകളിലോടനുബന്ധിച്ചുള്ള തുറമുഖത്തിലൂടെയാണ് എണ്ണയുടെ വ്യാപാരം നടക്കുന്നത്. മെയിൻലാൻഡിലുള്ളതല്ല, വൻകരയിലുള്ളതല്ല. അങ്ങനെ വരുമ്പോൾ വളരെ കൃത്യമായ ഒരു സൂചനയാണ് UAE നൽകിയത്. അതായത് ഈ ഹോർമുസിന് മേലുള്ള നിയന്ത്രണം ഗൾഫ് അംഗീകരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഹോർമുസ് പിടിച്ചെടുക്കാനാണ് ഭാവമെങ്കിൽ മുഴുവൻ ഗൾഫിനെയും ഇറാന് നേരിടേണ്ടി വരും എന്നുള്ള സൂചനയാണ് ഗൾഫ് നൽകുന്നത്. അപ്പൊ യുദ്ധം ഇനി ഒരിക്കലും, ഞാനിന്ന് പിന്നെ മറ്റ് ചാനലുകളിലൊക്കെ, വിദേശ ചാനലുകളിലെ ചില ചർച്ചകൾ ശ്രദ്ധിച്ചു. അപ്പൊ അവർ പറയുന്നത് ഗൾഫിന്റെയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇനി ഒരിക്കലും പഴയതുപോലെ ആകാനുള്ള സാധ്യതയില്ല. അവർക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എങ്കിലും ഒരിക്കലും നേരിട്ടുള്ള പരസ്പരം ഏറ്റുമുട്ടലിലേക്ക് അവർ പോയിരുന്നില്ല. അവർ പരസ്പരം ബഹുമാനിച്ച്, പരസ്പരമുള്ള ശക്തിയെ പരസ്പരം ബഹുമാനിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇതുവരെ കണ്ടത്. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി അവർ നേരിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ മധ്യപൂർവേഷ്യയിലെ സമാധാനം എന്ന് പറയുന്നത് ഒരു മരീചിക തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പം ഗൾഫിലെ മരുഭൂമികൾ നമ്മൾ മരീചികൾ കാണും. ഏറ്റവും വലിയ മരുഭൂമിയായ റബ്ബൽ ഖാലിയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ തടാകങ്ങൾ മുന്നിലുണ്ടെന്ന് തോന്നും. അവിടേക്ക് ചെല്ലുമ്പോൾ അത് മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നും. ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഗൾഫിലെ മരുഭൂമികൾ മാത്രമല്ല, ഗൾഫിൻ്റെ സർവ്വപ്രദേശങ്ങളിലും സമാധാനം ഒരു മരുഭൂമിയായിരിക്കും. അതായത് ഒരു മരീചികയായിരിക്കും. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു വ്യക്തമായ കരാറോടുകൂടിയ വെടിനിർത്തലല്ലെങ്കിൽ ഇതെപ്പോൾ വേണമെങ്കിലും വീണ്ടും വീണ്ടും പൊട്ടിപ്പുറപ്പെടാം. അതുകൊണ്ടാണ് ലെബനോണിലോട്ട് ഇസ്രായേൽ ആക്രമിച്ചു. അതല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള മറ്റു രാജ്യങ്ങളിൽ ഒരുപാട് പിന്നെ പരസ്പരം ആക്രമണങ്ങൾ നടക്കുന്നു. ഇറാൻ തന്നെ പലരെ ആക്രമിക്കുന്നു. മൊത്തത്തിൽ ഒരു ശാന്തത ഉണ്ടെങ്കിലും അതിനിടയിൽ ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ഞാൻ വായിച്ചത് പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ കടുത്ത വാക്പോര് നടന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. ഇസ്രായേൽ അതിശക്തമായിട്ട് പ്രതികരിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെറീഫ് പോസ്റ്റ് പിൻവലിച്ചു. ഏറ്റവും ഒടുവിൽ നടന്ന സംഭവമാണ്. അപ്പോ ഒരു കാരണവശാലും സമാധാനം ഇതുവരെ അച്ചീവ് ചെയ്തു എന്നുള്ളത് തെറ്റായ ധാരണയാണ്. ഈ വെടിനിർത്തൽ ഇപ്പോഴുള്ളത് പിന്നെ അമേരിക്കയെ സംബന്ധിച്ച് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്ക ഒരു ആക്രമണം പ്ലാൻ ചെയ്യുകയാണ്. അതായത് ഞാനീ പറഞ്ഞ ഖാർഗ്, ലെവന്, അതുപോലെ 2 ദ്വീപുകൾ കൂടെ ഉണ്ട്. ആ ദ്വീപുകൾ കീഴടക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീട് ഈ ഹോർമുസിലൂടെ ഉള്ള ഗതാഗതത്തെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. സമ്പൂർണമായിട്ടും ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ 90% ഖാർഗ് ദ്വീപിൽ നിന്ന്. എണ്ണയുടെ റിഫൈനിങ് നടക്കുന്നത് ഖാർഗ്, ലെവൻ, മറ്റൊരു ദ്വീപിലുമായിട്ടാണ്. അപ്പോൾ ഈ പിന്നെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ, അല്ലെ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിന്റെ നിയന്ത്രണത്തിലായാൽ അവിടെ ഗൾഫിനും ഒരു പിന്നെ ഒരു ചുവട് വെക്കാനൊരു അവസരം കൊടുത്താൽ അത് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ നിൽക്കും. ഇറാന്റെ തീരപ്രദേശം ഒരു നിശ്ചിത ദൂരം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഹോർമൂസ്
അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കുകയും ഇനി അവിടെ മറ്റൊരു അപകടമുള്ളത് ഭാവിയിൽ അമേരിക്ക അവിടുന്ന് ചുങ്കം പിരിക്കാൻ തുടങ്ങുമോ എന്നുള്ളതാണ്. ഇപ്പോ ഇറാൻ പിരിക്കുന്നു എന്ന് പറയുന്നവരെ നാളെ അമേരിക്ക ഒരു കാര്യം പറഞ്ഞു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ട്രംപിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. പലരും അത് വളരെ ഞെട്ടലോട്ടാണ് ആ പ്രസംഗം കേട്ടത്. ആ പ്രസംഗത്തിൽ പറഞ്ഞത് ഈ യുദ്ധം ജയിക്കുന്നവനാണ് തോക്കുന്നവന്റെ സമ്പത്തെല്ലാം കിട്ടുന്നത്. അതായത് ഇറാന്റെ എണ്ണയെയും അതുപോലെ ഹോർമുസിനെയും ഞങ്ങൾ നിയന്ത്രിക്കും, ഞങ്ങൾക്ക് അതിൽ നിന്നും ഭൗതികമായ സാമ്പത്തികമായ നേട്ടം ഉണ്ടാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ട്രംപ് കൊടുത്തത്. അപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സമാധാനം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, സമ്പദ്ഘടനകളിലും വലിയ മാറ്റം ഉണ്ടാകും. ദൗർഭാഗ്യവശാൽ വരും ദിവസങ്ങൾ സമാധാനത്തിന്റെ ദിവസങ്ങളാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് കൂടുതൽ സംഘർഷം പല തലങ്ങളിലേക്കും വ്യാപിക്കാനാണ്. എണ്ണയുടെ വില ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ അവസരം ഉപയോഗിച്ചിട്ട് റഷ്യ തങ്ങളുടെ നഷ്ടപ്പെട്ട പല ബിസിനസ്സുകളും തിരികെ പിടിക്കും. ചൈന മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ഇറാനുമായിട്ട് പ്രത്യേക കരാറുകൾ ഒപ്പിടും. വല്ലാത്ത ഒരു കുഴഞ്ഞു മറിഞ്ഞ ഒരു സ്ഥിതിയിലേക്കായിരിക്കും. അത് മാത്രമല്ലല്ലോ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ഗൾഫ് കൺട്രീസിലെ ഏറ്റവും അധികം മലയാളികളും ഇന്ത്യക്കാരുമുള്ള ജോലിയെടുക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് ആ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ ഇത്തരം യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യക്കാരെ തന്നെയല്ലേ? ഇന്ത്യക്കാരെ വലിയ രീതിയിൽ ബാധിക്കും. ഇന്ത്യക്കാരെന്നല്ല, മലയാളികളെ പ്രത്യക്ഷത്തിൽ ആദ്യത്തെ ആയിട്ട് ബാധിക്കാൻ പോകുന്നത് മലയാളികളെ തന്നെയാണ്. കാരണം ഈ 2023 നമ്മൾ റെമിറ്റൻസിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു വർഷം വന്ന റെമിറ്റൻസ് 2 ലക്ഷം കോടി രൂപയിലധികമാണ്. കേരളത്തിന്റെ മൊത്തം കടം 5 ലക്ഷം കോടി രൂപയിലധികമാണ്. അതായത് ഒരു 3 കൊല്ലം അവർ പൈസ അയച്ചാൽ കേരളത്തിന്റെ കടം തീർക്കാനുള്ള റെമിറ്റൻസ് ആണ് വരുന്നത്. ഇത് കേരളത്തിന്റെ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൾഫിനെ ആശ്രയിച്ചാണ് കേരളത്തിലെ സമ്പദ്ഘടന നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിനായിരിക്കും പ്രത്യക്ഷത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. മൊത്തം ഇന്ത്യയുടെ റെമിറ്റൻസ് നോക്കുമ്പോൾ ശരിക്കും ഇപ്പം ഗൾഫ് അല്ല ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പൈസ അയക്കുന്നത്, അമേരിക്കയാണ്. പക്ഷെ അമേരിക്കയിൽ നിന്ന് വരുന്ന പൈസ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, മലയാളികളിലേക്കല്ല അത് വരുന്നത്, അത് മറ്റ് സംസ്ഥാനം. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ളത് പഞ്ചാബികൾ, അതുപോലെ തെക്കേ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ആന്ധ്രാക്കാര്, മഹാരാഷ്ട്രക്കാര്, അങ്ങനെയൊക്കെയുള്ള പല സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അവര് യൂറോപ്പും പിന്നെ അമേരിക്കയും ബേസ് ചെയ്തിട്ടുള്ള ഒരു റെമിറ്റൻസ് ആണ്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിന് വരുന്ന റെമിറ്റൻസ് ഗൾഫ് ബേസ്ഡാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിന് ആദ്യത്തെ അടി കേരളത്തിനായിരിക്കും. ഇന്ത്യക്കും തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടി ഉണ്ടാകും. എന്താണെന്നാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പാർട്ണറാണ് ഏറ്റവും വലുത് രണ്ടാമത്തെ വലിയ വ്യാപാര പാർട്ണറാണ് UAE. ഒരു വർഷം $130 ബില്യൺ നമ്മൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇത് മധ്യപൂർവേഷ്യ ആദ്യം അവരെ തന്നെയാണ് ബാധിക്കുന്നത്. കാരണം അവരുടെ എണ്ണ വിറ്റിട്ട് വേണം അവർക്ക് ജീവിക്കേണ്ടത്. ആ എണ്ണ അല്ലാതെ മറ്റൊരു ഉൽപ്പന്നം അവിടെ ഇല്ല. ആ ഉൽപ്പന്നം അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ സൗദി ഇന്ന് ഒരു കണക്ക് പുറത്തു വിട്ടു. സൗദിയുടെ കണക്ക് പ്രകാരം അവരുടെ ദൈനംദിന എക്സ്പോർട്ടിൽ 8 ലക്ഷം 8 ലക്ഷം ബാരൽ എണ്ണയുടെ കുറവ് വന്നിട്ടുണ്ട്. ആ കുറവ് ഈ ഗൾഫ് യുദ്ധത്തിന് ശേഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനി മില്യൺസ് എന്ന കണക്കിലേക്ക് എത്തും. ഇതുവരെ ഏതാണ്ട് 1 മില്യൺ അടുപ്പിച്ചാണ് കുറവ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെ വലിയ ഒരു മാറ്റം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കും. അത് തീർച്ചയായിട്ടും തെക്കേ ഏഷ്യയും ഇന്ത്യയും ബാധിക്കും. മറ്റു ലോകം തന്നെ മാറിമറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ചർച്ചകളിൽ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ഓക്കെ, നമസ്കാരം.